ഇന്ന് ഉണ്ടാക്കുന്നത് बैंगन ഭർത്തയാണ്. बैंगन ഭർത്ത തവ വെച്ചു, എണ്ണ ഒഴിച്ചു. എണ്ണ കടുകെണ്ണയാണ് ഞാൻ ഇതിൽ ഒഴിക്കുന്നത്. ജീരകം ഇട്ടു. ജീരകം ഇട്ടതിന് ശേഷം നമ്മൾ ഉള്ളി ഇട്ടു. ഉള്ളി സോട്ടാവട്ടൊന്ന്. ഉള്ളി നല്ലപോലെ സോട്ടായി. ഉള്ളി നല്ലപോലെ സോട്ടായി കഴിഞ്ഞപ്പോൾ ഇതിലോട്ട് നമ്മൾ പൊടികളിടണം. മസാലപ്പൊടിയൊക്കെ ഒന്നിടണം. കുറച്ച് മുളക് പൊടി പേരിനേ വേണ്ടു. പിന്നെ മല്ലിപ്പൊടി, ശർക്കര മല്ലിപ്പൊടി, കുറച്ച് സബ്ജി മസാല ഇത് വേണ്ടു. സബ്ജി മസാല ഇട്ടിട്ട് ഒന്ന് നല്ലപോലെ സോട്ടാവട്ടെ. സോട്ടായിട്ട് പിന്നെ ഇതിലോട്ട് ഉപ്പിട്ട് കൊടുക്കണം. കുറച്ച് ഉപ്പ്. പിന്നെ ടൊമാറ്റോ ഇത് നമ്മുടെ അടുപ്പിൽ വെച്ച് എണ്ണ പുരട്ടി ചൂടാക്കി അതിൻ്റെ തൊലി കളഞ്ഞിട്ട് അരിഞ്ഞെടുത്തതാണ്. പച്ച ടൊമാറ്റോ ഇട്ട് കഴിഞ്ഞാൽ അതിനകത്ത് ഒരു പച്ച തുവയ്ക്കും. അത് കാരണം ഞാനൊന്ന് ടൊമാറ്റോയിൽ ആദ്യം എണ്ണ പുരട്ടുക. എന്നിട്ട് പിന്നെ അത് നമ്മുടെ ഇതിൻ്റെ ഇതുപോലത്തെ ഒരു ഇതാണ് നമ്മുടെ കമ്പി ഇതിൻ്റെ മണ്ടയ്ക്ക് വെച്ചിട്ട് ചൂടാക്കും. ചൂടാക്കിയിട്ട് പിന്നെ അതിൻ്റെ തൊലി എടുത്ത് കളയും തക്കാളിയുടെ. എന്നിട്ട് പിന്നെ ചെറുതാക്കി അരിഞ്ഞതാണ്. അങ്ങനെ നല്ലപോലെ ഒന്ന് സോട്ടാവട്ടത്. बैंगन ഭർത്ത എന്ന് പറയുന്നത് നമ്മളുടെ വലിയ വഴുതനങ്ങയാണ്. നല്ല കട്ടിയുള്ളൊരു വഴുതനങ്ങ ഉണ്ടല്ലോ അത്. എന്നിട്ട് പിന്നെ അത് നമ്മൾ തീയിലിട്ടിട്ട് ഇതുപോലെ ആ കമ്പിയുടെ വലയ്ക്ക് മണ്ടയ്ക്ക് വെച്ചിട്ട് ഇങ്ങനെ വേവിച്ചിട്ട് അതിൻ്റെ തൊലി പൊളിച്ച് മാഷ് ചെയ്യണം. അത് ചുടുന്ന സമയത്ത് ആ വഴുതനങ്ങ നമ്മളൊന്ന് ഇടയ്ക്കൊന്ന് ഇത് മുറിച്ച് കൊടുത്തിട്ട് അതിൻ്റെ ഇടയ്ക്ക് പച്ചമുളകും വെളുത്തുള്ളിയും വെക്കും ആ ചുടുന്നതിൻ്റെ കൂട്ടത്തിൽ. ഓക്കെ, നല്ലപോലെ ഒന്ന് സോട്ടാവട്ടെ. തക്കാളി ഇത് നമ്മളുടെ ചപ്പാത്തിയുടെ കൂടെ പൊറോട്ടയുടെ കൂടെയൊക്കെ നല്ലപോലെ ഒന്ന് മാഷ് ആവണം. അപ്പോൾ കുറച്ച് നേരം ഒന്ന് നമുക്ക് അടച്ച് വയ്ക്കാം. 2 മിനിറ്റ് മതി. അടച്ച് വെച്ചിട്ട് നല്ലപോലെ ഒന്ന് ടൊമാറ്റോ ഒന്ന് മാഷായി വന്നാൽ ഇത് ചപ്പാത്തിയുടെ കൂടെയും റൊട്ടിയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റിയുള്ള സബ്ജിയാണ്. ടൊമാറ്റോ നല്ലപോലെ ഇതായി. അതിലോട്ട് നമ്മൾ ഇനിയിപ്പോൾ ഇത് നമ്മൾ കനലിലിട്ട് ചുട്ട വഴുതനങ്ങ, പച്ചമുളക്, വെളുത്തുള്ളി ഇതിനകത്തുണ്ട്. ഓക്കെ, വെളുത്തുള്ളി ഒന്ന് നമുക്ക് മാഷ് ചെയ്ത് കൊടുക്കണം. ഉണ്ടാക്കാൻ നല്ല എളുപ്പമാണ്. നല്ല ഒരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു സബ്ജിയാണ്. നോർത്ത് ഇന്ത്യൻ സബ്ജി ആണെങ്കിൽ കൂടി ഇപ്പോൾ കേരളത്തിലൊക്കെ ഉണ്ടാവുമെന്നാണ് തോന്നുന്നത്. എനിക്ക് അറിഞ്ഞൂടാ. വേറെ ഒന്നും വേണ്ട. ഇത് നമ്മളുടെ തൈര് സലാഡൊക്കെ ഉണ്ടെങ്കിൽ നല്ലതാണ് റൊട്ടിക്ക്. ഇത് നല്ലപോലെ ഒന്ന് വെന്തതാണ്. ഓൾറെഡി കനലിൽ വെന്തതാണ് ഇതൊന്ന്. ഒന്നുകൂടി നല്ല അടച്ചു വെച്ചിട്ടൊന്ന് സ്റ്റീം ആവി കയറട്ടെ ഇതിനകത്ത്. തുറന്ന് നോക്കാം ഒന്ന്. ഇതിലോട്ട് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. മല്ലിയിലിട്ട് ഒന്നും കൂടി നമുക്കത്
ആവി കയറ്റിയെടുക്കാം. അങ്ങനെ നമ്മുടെ ബൈങ്കൻ്റെ ഭർത്ത റെഡിയായി. ഇത് ചപ്പാത്തിയുടെ കൂട്ടൊക്കെ കഴിച്ചു. നിങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ്, സബ്ജിയാണ്.